വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഡയമണ്ട് ടൈപ്പിലുള്ള പാറ്റേൺ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഡയമണ്ട് ടൈപ്പിലുള്ള പാറ്റേൺ പലതരത്തിലും ചെയ്യാം. അപ്പോൾ എനിക്ക് ഈസി ആയിട്ടുള്ളൊരു വേ ആണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാറ്റേൺ ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പാറ്റേൺ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നോക്കിയേ, എന്താ പറയുക, ആദ്യത്തേതിൽ ഒരു സ്റ്റാർ വന്നിട്ടുണ്ട്, രണ്ടാമത്തേൽ 3 സ്റ്റാറാണ് വന്നിരിക്കുന്നത്, നാലാമത്തേൽ 5, പിന്നെ 7, അങ്ങനെയാണ് സ്റ്റാർ വന്നിരിക്കുന്നത്. അതേപോലെ അതായത് റോസ് 1 2 3 4 5 6 7 1 2 3 4 5 6 7 റോസ് ഉണ്ട് ഈ ഒരു പാറ്റേണിൽ. 7 റോസ് ഉണ്ട്. അതേപോലെ തന്നെ 7 കോളംസ് ഉണ്ട്. കോളംസ് 1 2 3 4 5 6 7 കണ്ട. ആദ്യത്തെ ഇവിടെ ഇതൊരു കോളം, ഇതൊരു കോളം, ഇതൊരു കോളം, ഇതൊരു കോളം, ഇതൊരു കോളം, ഇതൊരു കോളം. ഇതാണ് 7 കോളംസ്. ഡയമണ്ട് പാറ്റേൺ ചെയ്യുമ്പം നമ്മളിത് പ്രിൻറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ഈ 4 ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ടോട്ടൽ എന്ന് പറയുന്നത് 7 റോസ് ഉണ്ട്. അപ്പം ഈ 7 റോസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിൽ, ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ മിഡിലിൽ എന്താണ് ഈ 7 സ്റ്റാർ വന്നിട്ടുണ്ടാവും. മിഡിലും 7 സ്റ്റാർ ഉണ്ടാവും. നിങ്ങൾ നോക്കി നോക്കി, ഇതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത് ഇതാണ് 1 2 3 4 5 6 7. അപ്പം ഈ മിഡിലിൽ എന്താണ് ഈ ഒരു സ്റ്റാർ, 7 സ്റ്റാർ ഉണ്ട്. അതായത് 5 റോസ് എന്താണ്, ഇതിന് ടോട്ടൽ 7 റോസ് ഉണ്ട്. ഈ 7 റോസിൽ ഈ മിഡിലിൽ വന്നിരിക്കുന്നതിൽ, അതായത് നാലാമത്തെ റോയിൽ എന്താ വന്നിരിക്കുന്നത്, 7 സ്റ്റാർ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നാലാമത്തെ റോയിൽ 7 സ്റ്റാർ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റാർ വരച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഇത് നമുക്കൊന്ന് ഇതൊരു റോ, ഇതൊരു റോ, ഇതൊരു റോ, ഇതൊരു റോ, ഇതൊരു റോ. അപ്പോൾ മൊത്തം ഇത് 1 2 3 4 5. അപ്പോൾ ഇതിൻ്റെ മിഡിൽ നോക്കി 1 2 3 4 5. ഈ ഒരു കണ്ടോ മൂന്നാമത്തെ റോ, ഈ മൂന്നാമത്തെ റോയിൽ എന്ത് വന്നിട്ടുണ്ട്, 5 സ്റ്റാർ വന്നിട്ടുണ്ട്. കണ്ടോ 5 സ്റ്റാർ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 2 റോയും കൂടി ഉണ്ട്. അപ്പം ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇത്രയും ഭാഗമാണ് പ്രിൻറ്റ് ചെയ്യുക. ഇത്രയും നമ്മൾ പ്രിൻറ്റ് ചെയ്യും. ഈ ഒരു ഇത്രയും ഭാഗം പ്രിൻറ്റ് ചെയ്യും. അതിന് ശേഷമാണ് ഈ ഒരു ഇത് പ്രിൻറ്റ് ചെയ്യാം. ഇപ്പം ഈ മിഡിൽ എങ്ങനെയാണ് നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ട്. മിഡിൽ ഇപ്പം എന്താ പറയുക, ഇതിപ്പം 5 എന്ന് പറയുന്ന 5 റോസ് ഉണ്ട്. അപ്പോൾ 5/2 + 1 അതാണ് അതിൻ്റെ മിഡിൽ. അപ്പോൾ ഇത് 5/2 എന്ന് പറയുമ്പം ഇതിൻ്റെ നമുക്ക് 5നെ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടാം, നമുക്ക് പോയിന്റ് ഇട്ടിട്ടാണ് കിട്ടുക. അപ്പോൾ ഈ പോയിന്റ് കളഞ്ഞിട്ട് വരുമ്പോൾ 2 അല്ലേ. അപ്പോൾ 2 + 1 3, അതായത് 3 റോ. ഈ മൂന്നാമത്തെ റോയാണ് ഇതിൻ്റെ മിഡിൽ. കണ്ട 3 + 1 1 2 3. ഇതിനെയാണ് നമ്മൾ മിഡിലായിട്ട് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇതിപ്പോൾ 7 റോസ് ഉണ്ട്. ഇതൊരു റോ, ഇതൊരു റോ. അപ്പം റോ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതൊരു റോ, ഇത് രണ്ടാമത്തെ റോ, 3 4 5 6 7 അയ്യോ സോറി, ഈ റോ ഇല്ല കേട്ടോ, ഇവിടെ തൊട്ടാണ്. ഇതൊരു റോ, ഇതൊരു റോ, 3 4 5 6 7. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ വരച്ച് വന്നപ്പം വരച്ചതാണ്. അപ്പം ഇത് തൊട്ടാണ്, ഇത് ഇല്ല കേട്ടോ, ഇങ്ങനെ കോളം എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ കൂടുതൽ വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തൊട്ടാണ് ഫസ്റ്റ് റോ, ഇതൊരു റോ, അതായത് ഇത് രണ്ടാമത്തെ റോ, ഇത് മൂന്നാമത്തെ റോ, ഇത് 4 5 6 7 അങ്ങനെ, അതാണ് റോ. അപ്പം നമ്മൾ ആദ്യം ചെയ്യണത് ഇത്രയും ഭാഗമാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇത്രയും ഭാഗം പ്രിൻറ്റ് ചെയ്തിട്ടാണ് ബാക്കി ഈ വരുന്ന ഭാഗം നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും പ്രിൻറ്റ് ചെയ്യണം നോക്കാം. അത് നമുക്ക് ഇവിടെ എൻ്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. 4 ആദ്യം. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട് റോസ്, ഇതൊരു റോ, ഇത് രണ്ടാമത്തെ റോ, ഇത് മൂന്നാമത്തെ റോ, ഇത് നാലാമത്തെ. അപ്പം 4 റോസാണ് നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 എന്നാണ് കൊടുക്കുന്നത്. അതായത് n എന്ന് പറഞ്ഞിട്ട് എന്താണ് 4. ഒരു കാര്യം പറയാൻ വന്നു, ഡയമണ്ട് പാറ്റേണിൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിലാണ് ഡയമണ്ട് ഷേപ്പ് വരുള്ളൂ. നമ്മളൊരു ഈവൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് ഷേപ്പ് വരില്ല. അപ്പം എന്താണ്, ഇപ്പോൾ നമ്മൾ എത്ര റോസാണ് എന്നുള്ളത് നമുക്കൊരു, ഇപ്പോൾ ഇവിടെ ടോട്ടൽ ഈ ഒരു റോസിൻ്റെ എത്ര ടോട്ടൽ നമ്പർ ഓഫ് റോസ് എത്രയാണ് വന്നിരിക്കുന്നത്, 7 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അതേസമയം ടോട്ടൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 8 വന്നിട്ടുണ്ടെങ്കിൽ അത് ഡയമണ്ട് ആവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന പകുതി വരെയാണ് നമ്മൾ ആദ്യം പ്രിൻറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ n എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് അടിച്ചു കൊടുക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുമ്പോൾ അടിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ 4, ഇപ്പോൾ എന്താണ് ഇവിടെ 4 ആണ് അല്ലേ. 1 2 3 4 റോ വരെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ 4 എന്നാണ് ഇവിടെ വരിക അല്ലേ. നമ്മൾ 4 അടിച്ചു കൊടുക്കുമ്പോൾ 4 എന്ന് വരും. ഇനിയിപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ ഇതിവിടെ ഞാനൊരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 11 വരെയുള്ള എന്താണ് ഒരു ഡയമണ്ട് പാറ്റേൺ ആണ്. അപ്പോൾ ഈ 11 ഡയമണ്ട് പാറ്റേണിൻ്റെ അതിൻ്റെ എന്താണ് പകുതി എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതിൻ്റെ പ്ലസ് എന്ന് പറയുന്നത് അപ്പോൾ 6 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത് 6 ആയിരിക്കും. 1 2 3 4 5 6. അപ്പോൾ ഇതായിരിക്കും. അപ്പം ഇത്രയാണ് നമ്മൾ ആദ്യം എന്താണ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ n എത്രയാവും, ഇത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ n എത്രയാവും, ഇവിടെ 6 ആവും. അതായത് ഡയമണ്ട് 11 റോയുള്ള ഡയമണ്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി, ഡയമണ്ട് ഷേപ്പുള്ള ഈ ഒരു പാറ്റേൺ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ മിഡിൽ എടുക്കുമ്പോൾ എന്തായിരിക്കും, ഇതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത് ഇത് 6 ആണ് വരുന്നത്. അപ്പം ഇവിടെ എന്താണ് നമ്മൾ എത്ര എൻ്റർ ചെയ്യണം, നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു പാറ്റേണിൽ കൊടുക്കുമ്പോൾ എൻ്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുമ്പോൾ 6 ആണ് കൊടുക്കുക. അങ്ങനെയാണ് ഓരോന്നും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ.
വിചാരിക്കുന്നു. ഇനി നമുക്ക് സ്പേസ് പ്രിൻ്റ് ചെയ്യണം. അപ്പം ഒരു സ്റ്റാർ വന്നിരിക്കുന്നത് എത്രയാണ്? ഈ സ്റ്റാർ വന്നിരിക്കുന്നത് എത്ര സ്പേസ് കഴിഞ്ഞിട്ടാണ്? 1 2 3 സ്പേസ് കഴിഞ്ഞിട്ടാണ്. അപ്പം അതായത് ടോട്ടൽ റോസിനേക്കാളും 1 മൈനസ് ചെയ്യുമ്പോഴുള്ള സ്പേസ് ആണ്. അതായത് ഇവിടെ ടോട്ടൽ റോ എന്ന് പറയുന്നത്, ഇതിൻ്റെ റോ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 മൈനസ് 1, അതായത് എന്താണ് ആദ്യത്തെ റോല് എന്ന് പറയുന്നത് എന്താണ്? 1 2 3 സ്പേസ് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? സ്റ്റാർ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ഈക്വൽ ടു 1, സ്പേസ് എന്താണ്? സ്പേസ് ലെസ് ദാൻ ഈക്വൽ ടു എന്താണ്? 3 ആണ്. ഇവിടെ 3 കിട്ടണം, അതിനൊരു ഇക്വേഷൻ വേണം അല്ലേ? അപ്പം സ്പേസ് ലെസ് ദാൻ ഈക്വൽ ടു എന്താണ്? n മൈനസ് r, അതായത് റോസ് n എന്ന് പറയുന്നത് അപ്പം എത്രയാണ്? 4 ആണ്. അപ്പം n മൈനസ് റോസ് സ്പേസ്, ഞാനത് റഫായിട്ട് എഴുതുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പിന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്പേസ് പ്ലസ് പ്ലസ് പ്രിൻ്റ് ചെയ്ത്, അതായത് സ്പേസ് റോസ് 1ൽ ആദ്യത്തെ റോല് എന്താണ്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ ഇവിടേക്ക് വരുള്ളൂ അല്ലേ? അപ്പോൾ സ്പേസ് ആദ്യത്തെ സ്പേസ് 1 ഒരു സ്പേസ്, ആ സ്പേസ് 1 എന്ന് ഈ സ്പേസ് എന്താണ്? ആദ്യത്തെ സ്പേസ് 1 ആയി. 1 ലെസ് ദാൻ ഈക്വൽ ടു n മൈനസ് റോസ്. n എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം 4 ആണ്. 4 മൈനസ് റോസ് 1 ആണ്. അപ്പോൾ 4 മൈനസ് 1 എന്ന് പറയുമ്പം എന്താണ്? 3 അല്ലേ? 3. അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 3, അതായത് 3 സ്പേസ് അപ്പോൾ ഇവിടെ വരും. അതായത് ഈ കണ്ടീഷൻ ശരിയാവണ വരെ 1 ലെസ് ദാൻ ഈക്വൽ ടു 3 വരെ എന്താണ് ഇവിടെ സ്പേസ് പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്തതിൽ എന്താണ്? 2 സ്പേസേ ഉള്ളൂ അല്ലേ? രണ്ടാമത്തെ റോല് എന്താണ്? 2 സ്പേസ്. മൂന്നാമത്തെ റോല് എന്താണ് പറയുന്നത്? ഒരു സ്പേസേ ഉള്ളൂ. നാലാമത്തേൽ സ്പേസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ n മൈനസ് റോസ്, അതായത് n മൈനസ് എത്രയാണോ നമ്മളുടെ ടോട്ടൽ റോസ് അതിൽ നിന്ന് 1 കുറവായിരിക്കും ഫസ്റ്റ് റോ. രണ്ടാമത്തെ റോ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്? n മൈനസ് 2. n മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 മൈനസ് 2 2, അതായത് ഇവിടെ 2 സ്പേസ് വന്നു. അതേ കഴിഞ്ഞിട്ട് 4 മൈനസ് മൂന്നാമത്തെ റോല്, അപ്പോൾ ഇവിടെ മൂന്നാമത്തെ റോ എന്ന് പറയുമ്പോൾ 4 മൈനസ് 3 ആയി. 4 മൈനസ് 3 ആകുമ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത് അല്ലേ? അപ്പം 1, അപ്പോൾ ഇവിടെ 1. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ വരിക? 4 ആവും. 4 മൈനസ് 4ൽ എന്താണ്? സ്പേസ് ഒന്നും വേണ്ട അല്ലേ? സ്പേസ് 4 മൈനസ് 4 0 ആണ്. ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അതുവരെ സ്പേസ്, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നത് വരെ, അതായത് 1 ലെസ് ദാൻ ഈക്വൽ ടു n മൈനസ് 1 വരെയാണ് എന്താണ്? സ്പേസ് പ്രിൻ്റ് ആവുള്ളത്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് ഇത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. സ്റ്റാർ എന്ന് പറയുന്നത് എന്താ പറയുക? ആദ്യത്തേൽ ഒരു സ്റ്റാർ, പിന്നെ 3 സ്റ്റാർ. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ വേണം. ആ സ്റ്റാർ കിട്ടാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 2 ഇൻറ്റു റോസ് മൈനസ് 1, ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 2 ഇൻറ്റു റോസ്, ആദ്യത്തെ റോസിൽ 2 ഇൻറ്റു റോസ് എന്ന് പറയുമ്പോൾ 1, ആദ്യത്തെ ഫസ്റ്റ് റോല് 1. അപ്പോൾ 2 മൈനസ് എന്താണ്? 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1. ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്തു അല്ലേ? അടുത്തതിൽ ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 3 സ്റ്റാർ എന്ന് വരും. ഇതിൽ 5 സ്റ്റാർ, പിന്നെ അടുത്തതിൽ 7 അങ്ങനെ വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് റഫായിട്ടൊന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു ഭാഗം വീണ്ടും കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, എത്ര റോസാണോ ഉള്ളത്, ഒരു ഡയമണ്ടിൽ എത്ര റോസാണോ ഉള്ളത് അതിൻ്റെ ഡിവൈഡഡ്, അതിൻ്റെ എന്താണ് പകുതി എടുക്കുക പ്ലസ് 1, അതിൻ്റെ പകുതി എടുക്കുക പ്ലസ് 1 എടുക്കുക. അപ്പോൾ എന്താണ് അത്രയും റോസിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യും. ഫസ്റ്റ് അത്രയും റോസിനെ പ്രിൻ്റ് ചെയ്യും. അതുവരെയുള്ള റോസിനെ പ്രിൻ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള റോസിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 13 ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും 11 ഇങ്ങനെ വന്നു. ഇനി 13 ആണെങ്കിൽ 13/2 എന്ന് പറയുമ്പോൾ എന്താണ് 6 പ്ലസ് 1 7, അതായത് 7 വരെ നമ്മൾ നമ്പർ ഓഫ് റോസ് 7 വരെ എടുക്കും. 7 വരെ പ്രിൻ്റ് ചെയ്തിട്ട് അതിനുശേഷമാണ് ബാക്കിയുള്ളത് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. മിഡിൽ വരെ ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യുക, അതിനുശേഷം അടുത്തത് പ്രിൻ്റ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു പാറ്റേൺ. ഇതാണ് നമ്മുടെ ഡയമണ്ട് പാറ്റേൺ. അപ്പോൾ ഡയമണ്ട് പാറ്റേണിൽ ഞാനിവിടെ n കൊടുത്തിട്ടുണ്ട്. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് റോസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ്, അതായത് ടോട്ടലല്ല, നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട നമ്പർ ഓഫ് റോസ്, അതായത് നമ്മൾ ഇവിടം വരെയാണല്ലോ പ്രിൻ്റ് ചെയ്യുന്നത്. ഇത് വരെയാണ് ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 2 3 4, അതാണ് ഇവിടെ n 4 വരെ n എന്നുള്ളത്. പിന്നെ റോസ് ഓരോ റോ പ്രിൻ്റ് ചെയ്യാനായിട്ട് റോസിനെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സ്പേസ്, സ്റ്റാർ, ഇതൊക്കെ നിങ്ങൾക്ക് IJK നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് റോസ് ഏതാണ്, സ്പേസ് ഏതാണ്, സ്റ്റാർ ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രിൻ്റ് ഓഫ് എൻ്റർ ദ നമ്പർ ഓഫ് റോസ് എന്ന് നമ്മൾ എൻ്റർ ചെയ്തു. പ്രിൻ്റ് എൻ്റർ ദ നമ്പർ ഓഫ് റോസ്. അപ്പോൾ നമ്പർ ഓഫ് റോസ് എന്താണ് സ്കാൻ ഓഫ് ചെയ്തു, എന്നിലേക്ക് സ്കാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയും വരുമ്പോൾ എന്താണ് നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ ദ നമ്പർ ഓഫ് നമ്മൾ 4 എന്ന്, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ എത്രയാണ് ഇവിടെ വരെയാണ് എൻ്റർ ചെയ്യുന്നത് അല്ലേ, 4ാമത്തെ റോസ് വരെ. അപ്പോൾ നമ്മളുടെ എൻ്റർ ദ നമ്പർ ഓഫ് റോസ് എന്ന് പറയുമ്പോൾ 4. ആ 4 എന്താണ് ഈ എന്നിലേക്ക് 4 സ്കാൻ ഓഫ് ചെയ്യണം. ഇനി 4 റോസ് ഈക്വൽ ടു 1. റോസ് നമുക്ക് എന്താണ് ഫസ്റ്റ് ആദ്യത്തെ റോസ് 1. ഇനി എന്താണ് റോസ് ലെസ് ദാൻ ഈക്വൽ ടു n. റോസ് ലെസ് ദാൻ ഈക്വൽ ടു n എന്ന് പറയുമ്പോൾ എന്താണ്
കാണുന്നുണ്ടോ? റോസ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ റോസ് 1 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 4. 1 ലെസ് ദാൻ ഈക്വൽ ടു 4. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ശരിയാണ്. ഈ ഒരു കണ്ടീഷൻ ശരിയായതുകൊണ്ട് അടുത്തേക്ക് വന്നിട്ട് സ്പേസ് പ്രിൻറ്റ് ചെയ്യും. ആദ്യത്തെ റോയിൽ നമുക്ക് സ്പേസ് പ്രിൻറ്റ് ചെയ്യണം. ഇത്രയും സ്പേസ് പ്രിൻറ്റ് ചെയ്തിട്ടാണ് സ്റ്റാർ വന്നിരിക്കുന്നത്. അപ്പോൾ സ്പേസ് പ്രിൻറ്റ് ചെയ്യാൻ സ്പേസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തിട്ടുണ്ട്. സ്പേസ് ലെസ് ദാൻ ഈക്വൽ ടു n മൈനസ് റോസ്. സ്പേസ് എന്ന് പറയുന്നത് n മൈനസ് റോസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. n മൈനസ് റോസ് എന്ന് പറയുന്നത് എത്രയാണ്? സ്പേസ് എന്ന് പറയുന്നത് n മൈനസ് റോസ്, അതായത് 4 മൈനസ് 1, അതായത് 4 മൈനസ് 1 3 എന്നുള്ള സ്പേസ്. ഫസ്റ്റ് ഇതിൽ 3 സ്പേസ് വേണമെന്ന് ആണ് പറയുന്നത്. അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 3, അതായത് 3 സ്പേസ് പ്രിൻറ്റ് ചെയ്യും. ഈ ഒരു കണ്ടീഷൻ ആവുന്ന വരെ സ്പേസ് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് താഴെ വന്നിട്ട് എന്താണ്? സ്പേസ് പ്രിൻറ്റ് ചെയ്യും. സ്പേസ് പ്രിൻറ്റ് ചെയ്തിട്ട് സ്പേസ് ഇൻക്രിമെൻറ്റ് ചെയ്തു. അടുത്തത് എന്തായി? സ്പേസ് 2 ആയി. 2 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ നോക്കും. അപ്പോൾ എന്താണ്? കണ്ടീഷൻ ശരിയാണ്. അപ്പോൾ എന്താണ്? ഇവിടെ വന്നിട്ട് അടുത്ത സ്പേസ്, ഇവിടെ വന്നിട്ട് എന്താണ്? ഇവിടെ വന്നിട്ട് അടുത്ത സ്പേസ്, ഇതൊരു സ്പേസ്, അടുത്തത് ഇവിടെ ഈ സ്പേസ് പ്രിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇൻക്രിമെൻ്റ് ആയി എന്താണ്? 3 ആയി. 3 ലെസ് ദാൻ ഈക്വൽ ടു 3. 3 ലെസ് ദാൻ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ എന്താണ്? കണ്ടീഷൻ ഓക്കെയാണ്. അപ്പോൾ എന്താണ്? അടുത്ത സ്പേസ് ഇവിടെ പ്രിൻറ്റ് ചെയ്യും. വീണ്ടും എന്താണ്? നമ്മുടെ സ്പേസ് ഇൻക്രിമെൻ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? 4 ആയി. 4 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ നോക്കും. ആണോ? അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓക്കെ അല്ല. ഈ കണ്ടീഷൻ ഓക്കെ അല്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നേരെ താഴെ വരും. താഴെ വന്നിട്ട് സ്റ്റാർ, ആദ്യത്തെ സ്റ്റാർ 1 ആയി. സ്റ്റാർ ലെസ്, അപ്പോൾ എന്താണ്? 1 ലെസ് ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു റോസ് മൈനസ് 1. അപ്പോൾ 2, ഇപ്പോൾ റോസ് എത്രയാണ്? 1 ആണ്. അപ്പം സ്റ്റാർ ആണേ ചെയ്തു ഇവിടെ സ്റ്റാർ. അപ്പോൾ സ്റ്റാർ 1 ലെസ് ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു റോസ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. റോസ് എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 2 അല്ലേ? 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 1. 2 മൈനസ് 1. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ശരിയാവണ വരെ എന്താണ്? സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഓക്കെയാണ്. അപ്പോൾ താഴെ വന്നിട്ട് ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. അടുത്തത് എന്താണ്? സ്റ്റാർ പ്ലസ് സ്റ്റാർ ഇൻക്രിമെൻ്റ് ആയി. ഇപ്പം അടുത്തത് എന്താണ്? 2 ആണ്. ഇവിടെ സ്റ്റാറിൻ്റെ അവിടെ 2 ആയി. 2 ഈ കണ്ടീഷൻ ഓക്കെയാണോ നോക്കും. 2 ലെസ് ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. അല്ല, ഈ കണ്ടീഷൻ ശരിയല്ല. അതുകൊണ്ട് ഇവിടെ സ്റ്റാർ അടുത്തത് പ്രിൻറ്റ് ചെയ്യും. അടുത്തത് പ്രിൻറ്റ് ചെയ്യില്ല. ഇവിടെ വന്നിട്ട് അടുത്ത ലൈൻ വരും. അടുത്ത ലൈൻ വന്നിട്ട് വീണ്ടും എന്താണ്? റോസ് 2 ആവും. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ ഇവിടെ റോസ് 2 ആയി. അപ്പോൾ റോസ് 2 ആയി. 2 ലെസ് ദാൻ ഈക്വൽ ടു 4 ആണോ നോക്കും. 2 ലെസ് ദാൻ ഈക്വൽ ടു 4 ശരിയാണ്. ഇവിടെ ഈ കണ്ടീഷൻ ഓക്കെയാണ്. താഴെ വന്നു. സ്പേസ് 1 ആയി. ആദ്യം സ്പേസ് 1 ആയി. 1 ലെസ് ദാൻ ഈക്വൽ ടു എന്താണ്? 1 ലെസ് ദാൻ ഈക്വൽ ടു ഇവിടെ എന്താണ്? n മൈനസ് റോസ്. ഇപ്പോൾ എന്താണ്? 4 മൈനസ്, ഇപ്പോൾ റോസ് 2 ആണ്. അപ്പോൾ 4 മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 2. 1 ലെസ് ദാൻ ഈക്വൽ ടു 2. അപ്പോൾ എന്താണ്? ഈ ഒരു കണ്ടീഷൻ ഓക്കെയാണ്. അപ്പോൾ എന്താണ്? താഴെ വന്നിട്ട് സ്പേസ് പ്രിൻറ്റ് ചെയ്തു. അതായത് രണ്ടാമത്തെ റോയിൽ, ഇപ്പോൾ ഇതാണ് ഈ ഒരു റോയിൽ ഇവിടെ സ്പേസ് പ്രിൻറ്റ് ചെയ്തു. സ്പേസ് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ സ്പേസ് 2 ആയി. അപ്പോൾ 2 ലെസ് ദാൻ ഈക്വൽ ടു 2. കണ്ടീഷൻ ഓക്കെയാണ്. ആയതുകൊണ്ട് താഴെ വന്നിട്ട് പ്രിൻ്റ് എഫ് ഇവിടെ സ്പേസ് പ്രിൻറ്റ് ചെയ്തു. അടുത്തത് എന്താണ്? സ്പേസ് ഇൻക്രിമെൻ്റ് ആയിട്ട് ഇവിടെ ചെക്ക് ചെയ്യും. ചെയ്യുമ്പോൾ എന്താണ്? ഇത് ഓക്കെ അല്ല, ഇവിടെ ശരിയല്ല. അതുകൊണ്ട് എന്താണ്? താഴെ വന്നിട്ട് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാൻ നോക്കും. സ്റ്റാർ ആദ്യം 1 ആയി. 1 ലെസ് ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു, അപ്പം 1 ലെസ് ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു റോസ്, അതായത് 2 ഇൻറ്റു റോസ്. അപ്പോൾ 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 4 മൈനസ് 1 3. 4 മൈനസ് 1 3 ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ശരിയാണല്ലോ. 1 ലെസ് ദാൻ ഈക്വൽ ടു 3 കണ്ടീഷൻ ശരിയാണ്. താഴെ വന്നിട്ട് ഒരു സ്റ്റാർ ഇവിടെ, അതായത് രണ്ടാമത്തെ റോയിൽ ഒരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. അടുത്തത് വീണ്ടും സ്റ്റാർ ഇൻക്രിമെൻറ്റ് ചെയ്തു. അടുത്തത് എന്താണ്? സ്റ്റാർ 2 ആയി. വീണ്ടും കണ്ടീഷൻ നോക്കി. 2 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ നോക്കി. കണ്ടീഷൻ ഓക്കെയാണ്. വീണ്ടും എന്താണ്? ഇവിടെ വന്നിട്ട് സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. അതായത് ഇവിടെ അടുത്ത സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞു. വീണ്ടും സ്റ്റാർ ഇൻക്രിമെൻ്റ് ആയിട്ട് 3 ലെസ് ദാൻ ഈക്വൽ ടു 3 അടുത്ത സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 4 ലെസ് ദാൻ ഈക്വൽ ടു 3. അപ്പോൾ ഇത് ഓക്കെ അല്ല അല്ലേ? ഈ കണ്ടീഷൻ ശരിയല്ലാത്തതുകൊണ്ട് എന്താണ്? അടുത്ത സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. അടുത്ത സ്റ്റാർ പ്രിൻറ്റ് ചെയ്യില്ല. പുറത്ത് വന്നിട്ട് ന്യൂ ലൈൻ, പ്രിൻ്റ് ഓഫ് ന്യൂ ലൈൻ. വീണ്ടും എന്താണ്? റോസ് ഇൻക്രിമെൻ്റ് ആവണം. വീണ്ടും ഇവിടെ വന്നിട്ട് റോസ് ഇൻക്രിമെൻ്റ് ആയി. റോസ് ഇൻക്രിമെൻ്റ് ആകുമ്പോൾ എത്രയാണ്? റോസ് ഇപ്പോൾ റോസ് 3 ആയി. അപ്പോൾ 3 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണ് നോക്കും. 3, ഇപ്പോൾ റോസ് 3 ആയിട്ടാണ്. 3 ലെസ് ദാൻ ഈക്വൽ ടു 4. അപ്പോൾ കണ്ടീഷൻ ഓക്കെയാണ്. താഴെ വന്നിട്ട് സ്പേസ് 1 ആയി. 1 ലെസ് ദാൻ ഈക്വൽ ടു n മൈനസ് റോസ്. അപ്പോൾ n മൈനസ് റോസ് എന്ന് പറയുമ്പോൾ 4 മൈനസ് 3 ആണ്. 4 മൈനസ് 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 അല്ലേ? 1. അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 1 എന്താ പറയുക? 1 ലെസ് ദാൻ ഈക്വൽ ടു 1. 1 ലെസ് ദാൻ ഈക്വൽ ടു 1. കണ്ടീഷൻ ഈ 1 ലെസ് ദാൻ ഈക്വൽ ടു 1 ഈ കണ്ടീഷൻ ഓക്കെ അല്ലേ? അതായത് സ്പേസ് ഇപ്പോൾ 1 ആണ്. 1 ലെസ് ദാൻ ഈക്വൽ ടു ഇവിടെ n മൈനസ് റോസ് എന്ന് പറയുന്നത് 1 ആണ്.
അപ്പോൾ എന്താണ് 1 ലെസ് ദാൻ ഈക്വൽ ടു ഈ കണ്ടീഷൻ ഓക്കെയാണ്. കണ്ടീഷൻ ഓക്കെ ആകുമ്പോൾ സ്പേസ് ഇവിടെ എന്താണ് മൂന്നാമത്തെ റോയിൽ ഒരു സ്പേസ് പ്രിന്റ് ചെയ്യും. വീണ്ടും സ്പേസ് ഇൻക്രിമെൻ്റ് ആയി 2 ലെസ് ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. അപ്പോൾ എന്താണ് അല്ല കണ്ടീഷൻ ഓക്കെ അല്ല. അപ്പോൾ എന്താണ് സ്പേസ് പ്രിന്റ് ചെയ്യില്ല, നേരെ സ്റ്റാറിലേക്ക് വരും. ആദ്യം സ്റ്റാർ 1 ആയി, സ്റ്റാർ ലെസ് അപ്പോൾ 1 ആണ് ഇപ്പോൾ സ്റ്റാർ. അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു ഇപ്പോൾ റോസ് എത്രയാണ് 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 മൈനസ് 1 എന്ന് പറയുമ്പോൾ 6 മൈനസ് 1 5. അപ്പോൾ 6 മൈനസ് അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 5. അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ 5 സ്റ്റാർ വരെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആദ്യം 1 സ്റ്റാർ 1 ആകുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓക്കെയാണ്, വന്നിട്ട് സ്റ്റാർ പ്രിന്റ് ചെയ്യും. ഈ സ്റ്റാർ പ്രിന്റ് ചെയ്തു. അടുത്തത് എന്താണ് ഇൻക്രിമെൻ്റ് ചെയ്തു 2 ആയി, കണ്ടീഷൻ ശരിയാണ്. അടുത്ത സ്റ്റാർ പ്രിന്റ് ചെയ്തു മൂന്നാമത്തെ റോയിൽ. വീണ്ടും 3 ആയി 5, അടുത്ത സ്റ്റാർ പ്രിന്റ് ചെയ്തു 4, അടുത്ത സ്റ്റാർ നാലാമത്തേൽ പ്രിന്റ് ചെയ്തു 5 ലെസ് ദാൻ ഈക്വൽ ടു 5, അടുത്ത സ്റ്റാർ പ്രിന്റ് ചെയ്യും. വീണ്ടും സ്റ്റാർ ഇൻക്രിമെൻ്റ് ആവും 6 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കും. കണ്ടീഷൻ ഓക്കെ അല്ല. വീണ്ടും എന്താണ് താഴെ വന്നിട്ട് ന്യൂ ലൈൻ അടിക്കും. ഇനി എന്താണ് വീണ്ടും റോസ് എന്തായി ഇൻക്രിമെൻ്റ് ആയിട്ട് റോസ് ഇപ്പോൾ എത്രയാണ് 4 ആണ്. അപ്പോൾ റോസ് 4 ആവും. അപ്പോൾ 4 ലെസ് ദാൻ ഈക്വൽ ടു 4 കണ്ടീഷൻ ഓക്കെ ആണല്ലോ. അടുത്തത് 4 ലെസ് ദാൻ ഈക്വൽ ടു 4 കണ്ടീഷൻ ഓക്കെ ആണ്. അപ്പോൾ താഴത്തേക്ക് വരും. താഴത്തേക്ക് വന്നിട്ട് ആദ്യം സ്പേസ് 1 ആവും. 1 ലെസ് ദാൻ ഈക്വൽ ടു ഇവിടെ നോക്കി 1 ലെസ് ദാൻ ഈക്വൽ ടു n മൈനസ് റോസ് ആണ്. അപ്പോൾ n മൈനസ് റോസ് എന്ന് പറയുമ്പോൾ ഇവിടെ n 4 ആണ്, റോസ് ഇപ്പോൾ 4 ആണ്. അപ്പോൾ 4 മൈനസ് 4 0 ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓക്കെ അല്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ സ്പേസ് ഒന്നും പ്രിന്റ് ചെയ്യില്ല. ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ സ്പേസ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ സ്പേസ് പ്രിന്റ് ചെയ്യുന്നില്ല. നേരെ അടുത്ത ലൂപ്പിലേക്ക് വരികയാണ്. സ്റ്റാർ 1 ഇവിടെ എന്താണ് സ്റ്റാർ ഫസ്റ്റ് 1 ആയി. 1 ലെസ് ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു റോസ് ഇപ്പോൾ എന്താണ് റോസ് 4 ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു 4 8 മൈനസ് 1 എന്ന് പറയുമ്പോൾ 7. അപ്പോൾ എന്താണ് 7 സ്റ്റാർ 1 ലെസ് ദാൻ ഈക്വൽ ടു 7. അത് 1 ലെസ് ദാൻ ഈക്വൽ ടു 7 വരെ എന്താണ് നമ്മുടെ ഈ സ്റ്റാർ പ്രിന്റ് ആവും. ആദ്യം എന്താണ് ഈ ഒരു കണ്ടീഷൻ ശരിയാണ് 1 ലെസ് ദാൻ ഈക്വൽ ടു 7. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ശരിയായതുകൊണ്ട് സ്റ്റാർ പ്രിന്റ് ചെയ്തു. സ്റ്റാർ വീണ്ടും ഇൻക്രിമെൻ്റ് ആയി ഇപ്പോൾ എത്രയാണ് 2 ആയി. 2 ലെസ് ദാൻ ഈക്വൽ ടു 7. അപ്പോൾ 2 ലെസ് ദാൻ ഈക്വൽ ടു 7 ആകുമ്പോൾ അടുത്ത സ്റ്റാർ പ്രിന്റ് ചെയ്തു. വീണ്ടും ഇൻക്രിമെൻ്റ് ആയി 3 ആയി. 3 ലെസ് ദാൻ ഈക്വൽ ടു 7 അത് പ്രിന്റ് ചെയ്തു. അങ്ങനെ ഓരോന്നായിട്ട് പ്രിന്റ് ചെയ്തിട്ട് എന്താണ് 7 സ്റ്റാർ വരെ പ്രിന്റ് ചെയ്യും. അടുത്തത് വീണ്ടും 8 എന്താണ് 8ാമത്തെ തവണ ഇൻക്രിമെൻ്റ് ആയി. കണ്ടീഷൻ നോക്കുമ്പോൾ കണ്ടീഷൻ 8ാമത്തെ തവണ 8 ലെസ് ദാൻ ഈക്വൽ ടു 7 വരുമ്പോൾ ഈ കണ്ടീഷൻ നോട്ട് ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് സ്റ്റാർ പ്രിന്റ് ചെയ്യില്ല, സ്ലാഷ് തന്നെ അടിക്കും. അങ്ങനെ ഇവിടെ വരെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇനി അടുത്തത് ഈ 3 നമുക്ക് പ്രിന്റ് ചെയ്യണം. ഇവിടെ നോക്കി ഈ 3 പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എന്താണ് ഇവിടെ 5 ഇവിടെ 3 ഇവിടെ 1 അതായത് ഇൻക്രിമെൻ്റ് ഇവിടെ എന്താണ് ആദ്യം 5 പിന്നെ 3 പിന്നെ 1 അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി ഈ ഒരു റോസ് ഇത്രയും കൂടെ പ്രിന്റ് ചെയ്താൽ മതി. അതായത് ഈ ഒരു ലൈൻ ഈ 3 റോസ് പ്രിന്റ് ചെയ്താൽ മതി. ഈ 4 വരെ നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോസ് ഈക്വൽ ടു n മൈനസ് 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് തുടങ്ങുന്നത് റോസ് ഈക്വൽ ടു n മൈനസ് 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ n മൈനസ് 1 നമ്മളിവിടെ മറ്റേതിൽ നമ്മൾ റോസ് ഈക്വൽ ടു 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ n മൈനസ് 1 എന്ന് പറയുമ്പോൾ റോസിൻ്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് n മൈനസ് 1 ആയിരിക്കും. അതായത് 4 മൈനസ് 1 ഇപ്പം റോസ് n എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ n മൈനസ് 1 എന്ന് പറയുമ്പോൾ 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ റോസ് എന്തായി റോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. റോസിൻ്റെ വാല്യൂ എന്താണ് 3 ആണ് അല്ലേ. ഇനി റോസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 റോസ് എന്തായിരിക്കണം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിരിക്കണം 1നേക്കാൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിരിക്കണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നോക്കാം. ഇപ്പോൾ റോസ് എന്ന് പറയുന്നത് എന്താണ് 3 ആണ് അല്ലേ. റോസ് എന്ന് പറയുന്നത് ഇവിടെ എഴുതി കാണും. റോസ് എന്ന് ഇപ്പോൾ പറയുന്നത് 3 ആണ്. 3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കും. അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ ശരിയായതുകൊണ്ട് എന്തുവരും നേരെ താഴെ വന്നിട്ട് സ്പേസ് 1 ആയിട്ട് സ്പേസ് 1 ആവും. സ്പേസ് ലെസ് ദാൻ ഈക്വൽ ടു n മൈനസ് റോസ് ആണോ നോക്കും. അപ്പോൾ സ്പേസ് എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ഈക്വൽ ടു n മൈനസ് റോസ് എന്ന് പറയുമ്പോൾ 4 മൈനസ് റോസ് 4 മൈനസ് 3 എന്ന് പറയുന്നതാണ് 1 4 മൈനസ് 3 1. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ശരിയാണോ നോക്കും സ്പേസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓക്കെയാണ്. ഇത് ഓക്കെയാണ്. അപ്പോൾ എന്താ നേരെ താഴെ വന്നിട്ട് ഈ സ്പേസ് പ്രിന്റ് ചെയ്യും. ഒരു സ്പേസ് അതായത് സ്പേസ് പ്രിന്റ് ചെയ്യും. അതായത് ഇവിടെ വന്നിട്ട് എന്താണ് ഒരു സ്പേസ് പ്രിന്റ് ചെയ്യും. ഇതാണ് സ്പേസ്. ഇവിടെ സ്പേസ് പ്രിന്റ് ചെയ്തു. ഇനി സ്പേസ് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സ്പേസിൻ്റെ വാല്യൂ 2 ആണ്. 2 ലെസ് ദാൻ ഈക്വൽ ടു 1 ആണോ നോക്കുമ്പോൾ ഈ കണ്ടീഷൻ മാച്ച് ആവുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും സ്പേസ് പ്രിന്റ് ചെയ്യില്ല. ഈ ഒരു ബ്രാക്കറ്റ് പ്രിന്റ് എഫിൽ വന്നിട്ട് ഇത് പ്രിന്റ് ചെയ്യില്ല. കണ്ടീഷൻ ഇവിടെ ഓക്കെ അല്ല. അപ്പോൾ ഇങ്ങോട്ട് വരില്ല, നേരെ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും സ്റ്റാർ 1 ആയി. സ്റ്റാർ ലെസ് ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു റോസ് മൈനസ് 1 ആണോ നോക്കും. അപ്പോൾ ഇപ്പോൾ സ്റ്റാർ എന്താണ് 1 ലെസ് ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു റോസ് മൈനസ് 1. അപ്പോൾ റോസ് ഇപ്പോൾ എത്രയാണ് 3 ആണ് അല്ലേ. 2 ഇൻറ്റു 3 6 മൈനസ് 1 5. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെയാണ് അല്ലേ. ഈ കണ്ടീഷൻ ഓക്കെ ആകുമ്പോൾ നേരെ ഈ പ്രിൻ്റ് എഫിലോട്ട് വന്നിട്ട് സ്റ്റാർ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റാർ പ്രിന്റ് ചെയ്തു. ഇനി അടുത്തത് ഇവിടെ സ്റ്റാർ ആണ് കേട്ടോ. സ്റ്റാർ വീണ്ടും സ്റ്റാർ പ്ലസ് ആയി. ഇപ്പോൾ സ്റ്റാർ എത്രയായി 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ കണ്ടീഷൻ ഓക്കെയാണ്. അടുത്ത ഇതിൽ വന്നിട്ട് സ്റ്റാർ പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കി. അപ്പോൾ എന്താണ് ഓക്കെയാണ്. ഇവിടെ വന്നിട്ട് ഈ സ്റ്റാർ പ്രിന്റ് ചെയ്തു. പിന്നെ 4 ലെസ് ദാൻ ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ വന്നിട്ട്
സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. അടുത്തത് ഇൻക്രിമെൻറ്റ് ചെയ്തു. സ്റ്റാർ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 5 ആണ്. 5 ലെസ് ദാൻ ഈക്വൽ ടു 5 ഓക്കെ ആണ്. ഇതുകൊണ്ട് ഈ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. വീണ്ടും സ്റ്റാർ ഇൻക്രിമെൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പം കണ്ടീഷൻ നോട്ട് ഓക്കെ ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം ഇങ്ങോട്ട് വരുമോ? ഇല്ല, ഇങ്ങോട്ട് വരാതെ നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ന്യൂ ലൈൻ പ്രിൻറ്റ് ചെയ്യുന്നു. വീണ്ടും റോസ് എന്ന് പറയുന്നത് റോസ് ഇപ്പോൾ എത്ര ഇൻക്രിമെൻ്റ് ആയിട്ട് റോസ് ഡിക്രിമെൻ്റ് ആയി. ഇവിടെ മൈനസ് ആണ്. അപ്പം 3 എന്നുള്ളത് റോസ് എത്രയായി? ഇപ്പം 2 ആയി. 3 എന്നുള്ള റോസ് 2 ആയി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റോസ് 2 ആണ്. സ്പേസ് 1 ആയി. വീണ്ടും സ്പേസ് ലെസ് ദാൻ ഈക്വൽ ടു n മൈനസ് റോസ്, അതായത് n മൈനസ് റോസ്. അപ്പോൾ 4 മൈനസ് 2, അപ്പോൾ 1 ലെസ് ദാൻ ഈക്വൽ ടു 2. അപ്പോൾ എന്താണ് ഇവിടെ 4 മൈനസ് റോസ് എന്ന് പറയുന്നത് 2. അപ്പോൾ 4 മൈനസ് 2 2 ആണ്. അപ്പം അത് ഇവിടെ ഓക്കെയാണ്. അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ട് എന്താണ് സ്പേസ് പ്രിൻറ്റ് ചെയ്യും. അപ്പം എന്താണ് രണ്ടാമത്തെ റോയാണ് അല്ലേ? രണ്ടാമത്തെ റോ ഇപ്പം 2 ആണ്. അപ്പോൾ ഈ ഒരു റോയിൽ വന്നിട്ട് ഈ ഒരു റോയിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ സ്പേസ് പ്രിൻറ്റ് ചെയ്തു. പിന്നെ സ്പേസ് ഇൻക്രിമെൻ്റ് ആയി. സ്പേസ് ഇൻക്രിമെൻ്റ് ആകുമ്പോൾ 2 ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ നോക്കും. അപ്പോൾ 2 ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ നോക്കുമ്പോൾ എന്താണ് ഓക്കെയാണ്. അപ്പോൾ നേരെ വീണ്ടും സ്പേസ് എന്താണ് ഇവിടെ വന്നിട്ട് സ്പേസ് ഇവിടെ പ്രിൻറ്റ് ചെയ്തു. ഇനി വീണ്ടും ഇൻക്രിമെൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പം കണ്ടീഷൻ ഓക്കെ അല്ല. അപ്പോൾ എന്താണ് ഇവിടേക്ക് വരാതെ ഇവിടെ നോക്കുമ്പോൾ ഓക്കെ അല്ല. നേരെ ഈ ലൂപ്പിലോട്ട് വരും. ഈ ഫോർ ലൂപ്പിലോട്ട് വന്നിട്ട് സ്റ്റാർ 1 ആയി. സ്റ്റാർ ലെസ് ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു റോസ്. ആദ്യം അപ്പോൾ എന്താണ് 2 ഇൻറ്റു റോസ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 4. റോസ് ഇപ്പോൾ 2 ആണ്. അപ്പം 2 ഇൻറ്റു 2 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ എന്താണ് 1 ലെസ് ദാൻ ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ഇത് ഓക്കെയാണ് അല്ലേ? ഈ കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് എന്താണ് ഇവിടെ വന്നിട്ട് എന്താണ് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യണം. വീണ്ടും സ്റ്റാർ ഇൻക്രിമെൻ്റ് ആയി 2 ലെസ് ദാൻ ഈക്വൽ ടു 3. അത് സ്റ്റാർ ഓക്കെയാണ്. പിന്നെ ഇൻക്രിമെൻ്റ് ആയി 3 ലെസ് ദാൻ ഈക്വൽ ടു 3. സ്റ്റാർ ഇവിടെ അടുത്ത കണ്ടീഷൻ 4 ആയി. 4 ലെസ് ദാൻ ഈക്വൽ ടു 3. ഈ കണ്ടീഷൻ നോട്ട് ഓക്കെ. അപ്പോൾ എന്താണ് സ്റ്റാർ പ്രിൻ്റ് ആവില്ല. ഇവിടെ വന്നിട്ട് എന്താണ് ന്യൂ ലൈനാണ് പ്രിൻറ്റ് ചെയ്യുക. വീണ്ടും എന്താണ് റോസ് എന്താണ് ഡിക്രിമെൻ്റ് ആയി. ഇപ്പോൾ എത്രയാണ് റോസ് 1 ആയി. ഇപ്പോൾ റോസ് 1. അപ്പം 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണോ? 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഓക്കെയാണ്. അപ്പോൾ എന്താണ് 1 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 കണ്ടീഷൻ ഓക്കെയാണ്. നേരെ ഇവിടെ വരും. ഇവിടെ വന്ന് ആദ്യം 1 ആയി ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ ഈക്വൽ ടു 4 മൈനസ് എന്താണ് 4 മൈനസ് 1. റോസ് ഇപ്പോൾ 1 ആണ്. 4 മൈനസ് 1 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് തന്നെ സ്പേസ് പ്രിൻറ്റ് ചെയ്യും അല്ലേ? താഴെ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് സ്പേസ് പ്രിൻറ്റ് ചെയ്തു. അടുത്ത ഇൻക്രിമെൻ്റ് ആയി 2 ലെസ് ദാൻ ഈക്വൽ ടു 3. അടുത്ത സ്പേസ് ഇവിടെ പ്രിൻറ്റ് ചെയ്തു. അടുത്തത് 3 ലെസ് ദാൻ ഈക്വൽ ടു 3. അടുത്ത സ്പേസ് ഇവിടെ പ്രിൻറ്റ് ചെയ്തു. അടുത്ത നോക്കുമ്പോൾ സ്പേസ് പ്രിൻ്റ് ആവില്ല അല്ലേ? ഇത് ഓക്കെ അല്ല, അതുകൊണ്ട് സ്പേസ് പ്രിൻ്റ് ആവില്ല. നേരെ ഈ ലൂപ്പിലോട്ട് വന്നു. സ്റ്റാർ 1 സ്റ്റാർ ലെസ് ദാൻ ഈക്വൽ ടു 2 ഇൻറ്റു റോസ് മൈനസ് 1, അതായത് 2 ഇൻറ്റു 1 2 തന്നെ. 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താണ് 1. അപ്പോൾ എന്താണ് 1 ലെസ് ദാൻ ഈക്വൽ ടു 1. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെയാണ്. 1 ലെസ് ദാൻ ഈക്വൽ ടു 1. ഈ കണ്ടീഷൻ ഓക്കെയാണ്. നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തിരിക്കുകയാണ് 1 ലെസ് ദാൻ ഈക്വൽ ടു 1. അപ്പോൾ എന്താണ് കണ്ടീഷൻ ഓക്കെയാണ്. നേരെ താഴെ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ സ്റ്റാർ പ്രിൻറ്റ് ചെയ്തു. ഇനി സ്റ്റാർ ഇൻക്രിമെൻറ്റ് ചെയ്തു 2 ലെസ് ദാൻ ഈക്വൽ ടു 1. അപ്പോൾ ഈ കണ്ടീഷൻ ഓക്കെ അല്ല, അതുകൊണ്ട് എന്താണ് ഇവിടേക്ക് വരില്ല. നേരെ ഇവിടെ വന്ന് ന്യൂ ലൈൻ ഇവിടെ പോവും. ഇവിടെ പോയിട്ട് വീണ്ടും എന്താണ് റോസ് വീണ്ടും മൈനസ്. അപ്പോൾ റോസ് അടുത്തത് 0 ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ നോക്കുമ്പോൾ റോസ് എന്ന് പറയുന്നത് 0 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണ് നോക്കും. അപ്പോൾ ആ കണ്ടീഷൻ ഓക്കെ അല്ല, അതുകൊണ്ട് പിന്നെ ഇവിടേക്കൊന്നും വർക്ക് ചെയ്യില്ല. ഇവിടെ ഒന്നും നോക്കുകയേ വരില്ല. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ പറയുക, ഇവിടെ മാത്രം ഈ ഒരു ഇത് മാത്രം നമ്മൾ മാറ്റി കൊടുത്തിട്ടുള്ളൂ. ഇവിടെ റോസ് ഈക്വൽ ടു n-1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റോസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആണ്. ഇവിടെ റോസ് മൈനസ് ആണ് ചെയ്യുന്നത്. അത് മാത്രം, ബാക്കി എല്ലാം അത് തന്നെയാണ്. അപ്പം ഇതാണ് ഇങ്ങനെയും നമുക്ക് എന്താണ് ഡയമണ്ട് പാറ്റേൺ പ്രിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഈസി എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മറന്നുപോയി സത്യത്തിൽ ഏതൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളാണെങ്കിൽ പോലും ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, പലരും വീഡിയോ കാണുന്നുണ്ട്, ആരും ലൈക്കും ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ട് ഒരു കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലായില്ല എന്ന് നിങ്ങൾ അത് പറയും. ഒന്നുമില്ല, ചിലർ മാത്രം വന്നിട്ട് മനസ്സിലാവാത്ത ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആരും ജസ്റ്റ് കണ്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മടി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു, ആരും ഒരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ കുറച്ച് മടിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്ലൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.